ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ 6 പിടിയുടെയും 10 പിടിയുടെയും കോറലിൻ്റെ മാലകളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം കാണിച്ചപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കാണിച്ചത്. അപ്പോൾ ആർക്കാർക്കും ഒന്നും മനസ്സിലായിണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നലെ പിന്നെ 8 പിടിയുടെ കാണിച്ചു. ഇന്ന് ഞാൻ വിചാരിച്ചു 6 പിടിയുടെയും 10 പിടിയുടെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഫോട്ടോസ് കാണുക, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോന്നുമേയും പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 10 പിടി 1 ലെയർ, അല്ലെങ്കിൽ 10 പിടി 2 ലെയർ. പിന്നെ എല്ലാതും ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1 ലെയർ 2 ലെയർ ആക്കാം, 6 പിടി 8 പിടി 10 പിടി ആക്കാം. ഇതൊന്നും പറ്റില്ല കേട്ടോ. ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. അതായത് ഗോൾഡിൻ്റെ മുത്തും കോറലിൻ്റെ മുത്തിനെയും ചുറ്റി നിറച്ച് സ്വർണ്ണ കമ്പി കൊണ്ട് ആക്കിയിട്ട് മറ്റേ പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു പ്രത്യേകതരം ഒരു എന്താ പറയുക എനാമൽ പോലത്തെയാണ്. ഇതും അങ്ങനെയാണ്, മുത്തല്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. റീപ്ലേറ്റ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഡബിൾ ലെയർ ഒക്കെ ആക്കാം. ഇതൊരു ചെറിയൊരു നെക്ലസ് എന്ന് പറയാൻ പറ്റില്ല, നെക്ക് ചെയിൻ, നമ്മളുടെ ചുരിദാറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാലയാണ്. ഇതൊക്കെ അങ്ങനെയുള്ളതൊക്കെ തന്നെ. ഇതൊക്കെ 6 പിടിയാണ്. അപ്പോൾ 6 പിടിയിൽ 2 ലെയറായിട്ട് ഇടുന്ന മാല 2 ആക്കിയിട്ടോ 1 ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ 6 പിടിയുടെ മാലയാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ മനസ്സിലാവും നെക്കിൻ്റെ നേരെ. അതുപോലെ കുറേ പേർക്ക് സംശയമുണ്ട് ഈ 6 പിടി എങ്ങനെയാണെന്നുള്ളത്. 6 പിടി എന്ന് പറയുമ്പോൾ നമ്മളുടെ കഴുത്തിൽ നമ്മളിപ്പോഴത്തെ കുട്ടികൾ ഊരാണ്ടിടുന്ന മാലയുണ്ടല്ലോ, അതായത് കഴുത്തിൽ അവിടെ ഇട്ടിട്ട് കൊളുത്തുമ്മേ താലിയോ ലോക്കറ്റോ ഇട്ടിട്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിടുന്ന മാലയാണ് ഈ 6 പിടി എന്ന് പറയുന്നത്. 8 പിടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കഴുത്തിൽ കൂടെ ഊരിയിടുന്നത്, നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കിടക്കുമ്പോൾ അതൊന്ന് ഊരി വയ്ക്കുക, അതാണ് 8 പിടി. 10 പിടി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇറക്കത്തിൽ നമ്മൾ ചിലൊരു താലിമാല 10 പിടിയാണ്. ഇതൊക്കെ 10 പിടിയാണ്. അതായത് ആ ഇതിൻ്റെ നെക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് നോക്കിയറിയാം നല്ല ഇറക്കത്തിൽ കിടക്കുക. അത് ഞാൻ കുറച്ചും കൂടി കയറ്റിയിട്ടിരിക്കുക കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതാണ് 10 പിടി. അതായത് അത്യാവശ്യം ഇറക്കമുണ്ട്. ഞാൻ 10 പിടിയാണ് ഉപയോഗിക്കാറ്. കാരണം എനിക്ക് വയറൊക്കെ ഉള്ള കാരണം ശരിക്കും ഈ ബ്ലൗസിൻ്റെ അവസാനത്തെ ഹുക്ക് ഉണ്ടല്ലോ അവിടേക്ക് കിടക്കും 10 പിടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അളവ്. അതായത് 18 ഇഞ്ച് 24 ഇഞ്ച് 30 ഇഞ്ച് ഇതാണ് കണക്ക്. കാരണം കുറേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ പിടി കണക്ക് പറഞ്ഞാൽ അറിയില്ല. പിന്നെ കുറേ പേർക്ക് ഒരു എന്താ പറയുക തെറ്റായ ഒരു ധാരണയുണ്ട്. പണ്ടൊക്കെ എങ്ങനെ വെച്ചാൽ നമ്മൾ 4 വിരൽ പിടിച്ചിട്ട് ഒരു പിടി അങ്ങനെ പറയുക. പക്ഷെ അങ്ങനെയല്ല, പിടി കണക്ക് ഇങ്ങനെയാണ് വരുന്നത്, ഇഞ്ച് കണക്കാണ് കേട്ടോ. പഴയ പിടി കണക്കും കാര്യങ്ങളൊന്നും അല്ല ഇപ്പോഴത്തെ കണക്കും കാര്യങ്ങളും. അപ്പോൾ ഇത് ഒക്കെ നമ്മൾ ഇഞ്ച് കണക്കാണ് പറയുക. ഓരോരുത്തരുടെയും 4 വിരൽ പിടിച്ചാൽ 4 വലിപ്പവും. അപ്പോൾ അതൊക്കെ പണ്ട് കാരണന്മാർ പിടി നാഴി അതൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു കൃത്യമായ കണക്കുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ദേ ഡബിൾ ലെയറാണ്, 10 പിടിയുടെ ഡബിൾ ലെയറാണ്. ഇത് സിംഗിൾ ലെയറാക്കാം, 6 പിടിയാക്കാം, 8 പിടിയാക്കാം. ഞാൻ പറയാറില്ല, അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ചിലത് മാത്രം, എല്ലാതും ഇല്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോൺ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫോൺ എപ്പോഴും സൈലൻറ്റ് മോഡിലാണ് കിടക്കുക. നമ്മൾ എടുക്കില്ല, ഫോൺ എടുക്കില്ല. അപ്പോൾ എപ്പോഴെങ്കിലും മിസ്ഡ് കോൾ കണ്ടാലും നമ്മൾ എടുക്കാറില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ട് അല്ലെങ്കിൽ എൻക്വയറി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മെസ്സേജ് അയയ്ക്കുക. വിളിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. കാരണം നമ്മളത് എടുക്കില്ല. പ്രത്യേകിച്ച് ഈ ഫോൺ ബിസിനസ്സിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എത്ര പരിചയമുള്ള പേര് കണ്ടാലും നമ്മൾ തിരിച്ച് വിളിക്കില്ല. കാരണം ഒരാളെ വിളിച്ചാൽ നമുക്ക് അങ്ങനെ അത്രയും ചിലപ്പോൾ ഞാനാവും, ചിലപ്പോൾ ഡിവൈനാവും, ചിലപ്പോൾ ഡിംപിളാവും, ചിലപ്പോൾ ഡാഡി ആവും ഇത് നോക്കുക. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു സംഭവം തിരിച്ച് വിളിക്കൽ അല്ലെങ്കിൽ ഫോൺ എടുക്കുക എന്നുള്ള സംഭവം നമ്മുടെ ഇതിലില്ല കേട്ടോ. ഈ നമ്പറിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് വിളിക്കുന്നവർ ദയവ് ചെയ്ത് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുരിദാറിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മാലയാണ്. കൊച്ച് നെക്ലസ് പോലെയുള്ള മാല, എന്നാൽ നെക്ലസ് അല്ല. അപ്പോൾ ഇതൊക്കെ അതുപോലെയുള്ള മാലകളാണ്. ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോസിൻ്റെ വീഡിയോസാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ഡബിൾ ലെയർ, ഇങ്ങനെ 2 ലെയർ വരുന്നതാണ്. മുകളിലൊരു വിളക്കൽ വന്നിട്ട് 2 ലെയർ വരുന്നതാണ്. പിന്നെ അല്ലാത്തത് തന്നെ നമ്മളുടെ കയ്യിലുണ്ട്, 2 ലെയർ ആക്കാവുന്നതും വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ അതുപോലെയുള്ള മാലകളാണ്. പിന്നെ ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലർ പറയും ബാക്കിലേക്ക് മുത്ത് വേണ്ടാന്ന് പറയും. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും ആ നെക്കിൻ്റെ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ബാക്കിൽ ചെയിൻ വെക്കും. നമ്മൾ പണ്ടത്തെ നെക്ലസ്സൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ ചെയിൻ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം എന്ന് വെച്ചാൽ അത് നമ്മൾക്ക് മെസ്സേജ് വഴി പറഞ്ഞാൽ മതി. ഫോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളെ അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് എത്ര പ്രാവശ്യം നിങ്ങൾ ചോദിച്ചാലും അതിൻ്റെ എല്ലാത്തിൻ്റെയും മറുപടി നമ്മൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നേരെ വിപരീതമാണ്. നിങ്ങൾ എന്താ പറഞ്ഞത്, ഏതാ പറഞ്ഞത്, ആരാണ് ഒന്നും മനസ്സിലാവില്ല. പിന്നീട് അത് എന്താ പറയുക നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മെസ്സേജ് ആയിക്കഴിഞ്ഞാൽ അത് അവിടെ ഫോണിൽ കിടക്കും. ചാറ്റുകൾ അവിടെ കിടക്കുമ്പോൾ
നമുക്കത് രണ്ടാമത് ആൻറ്റി മറന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ മുകളിലത്തെ മെസ്സേജ് നോക്കിയാൽ ഇതാണ് ആ കുട്ടി ചോദിച്ച കാര്യം എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ച് പറയണത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ 3-3 ഇത് 2 പാറ്റേൺ ഉണ്ട്, ചെറുതുണ്ട് വലിയതും ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് ഓരോന്നിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഫോട്ടോസ് കാണുമ്പോൾ കറക്റ്റായിട്ട് എന്താണ് ഏതാണെന്നുള്ളത് മനസ്സിലാവും. ഇത് 8 പിടിയുണ്ട്, 10 പിടിയുണ്ട്, 6 പിടിയുണ്ട്, ഡബിൾ ലെയർ ഉണ്ട്. പിന്നെ ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മാല എടുത്തിട്ട് ഡബിൾ ലെയർ ആക്കി തരാൻ പറയുമ്പോൾ നമ്മൾ നേർ പകുതിയിൽ വെച്ചിട്ട് 2 ലെയറാക്കിയിട്ട് ബാക്കിൽ കണ്ണിയിട്ട് കൊടുക്കും. അതായത് വട്ടക്കണ്ണി വെച്ചിട്ട് മറ്റേ വട്ടക്കണ്ണിയും ചെയിനും വട്ടക്കണ്ണിയും വെച്ചിട്ട് ചെയ്യണതുണ്ട് കേട്ടോ. അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, നിങ്ങൾ ചാറ്റ് ചെയ്താൽ അത് വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ഏതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ മിക്കവാറും ഇതിന് മറുപടി വോയിസ് ഓവർ ഞാനാവും തരിക. അധിക ഭാഗം ഡിംപിളും ഡിവൈൻ ആവില്ല. അവർക്ക് അവരുടേതായ നമ്പറും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അവരുടെ എന്താ പറയുക, അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്താണെന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മോതിരാണ് അല്ലെങ്കിൽ ആൻറ്റിക്കാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സംഭവമാണെങ്കിൽ ഞാനപ്പം നിങ്ങൾക്ക് അവരുടെ നമ്പർ തരും. അപ്പോൾ അതും കൂടി സേവ് ചെയ്ത് വെച്ചാൽ അവരുടെയും കൂടി സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറേ പേര് അവരുടെ സ്റ്റാറ്റസ് കാണില്ല. അവരുടെ എല്ലാം വെച്ചാൽ ഇതുപോലെയൊന്നും അല്ല, കുറേ ഉണ്ട്. ആൻറ്റിക്കിൻ്റെ ഉണ്ട്, പിന്നെ സാരികൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിൽ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ നമ്പറും കൂടി ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കത് ഉപകാരമായിരിക്കും കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. ഇനി കോറലിൻ്റെ കണ്ടമാനം നെക്ലസ്സുകളുണ്ട്. പക്ഷേ നെക്ക് പീസുകളൊക്കെ എനിക്ക് തോന്നുന്നു ഡിംപിളിൻ്റെയും ഡിവൈൻ്റെ കയ്യിലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ആരുടെ കയ്യിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഫോട്ടോസ് പറ്റിയെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ ഇടാൻ നോക്കാം. കാരണം 2 പേരും ഇവിടെ ഇല്ല. ഒരാൾ കോട്ടയത്തും ഒരാൾ മുനമ്പത്തുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നിതേ പോകണു. അപ്പോൾ നാളെ കാണാം കേട്ടോ. അതുവരയ്ക്ക് ബൈ.